ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ 4ാം ടെസ്റ്റ് ഇന്ന് മാഞ്ചസ്റ്ററിൽ തുടങ്ങും. ആകാശ് ദീപ് മത്സരം കളിക്കാൻ ഉണ്ടാകില്ല എന്ന് ക്യാപ്റ്റൻ ഗിൽ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. നിതീഷ് കുമാർ കൂടി പുറത്തായതോടെ 2 മാറ്റങ്ങൾ ഡെഫിനറ്റായും ഇന്ത്യൻ ടീമിലുണ്ടാകും. അൻഷുൽ കമ്പോജ് ഡെബ്യൂ ചെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇംഗ്ലണ്ട് അവരുടെ പ്ലേയിങ് 11 ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ബഷീറിന് പകരം ഡോസൺ ടീമിലേക്ക് വന്നു എന്ന മാറ്റം മാത്രമേ ഇംഗ്ലണ്ടിലുള്ളൂ. അടുത്ത അപ്ഡേറ്റ് IPLുമായി ബന്ധപ്പെട്ടതാണ്. RCBയുടെ കഴിഞ്ഞ സീസൺ അവസാനിച്ചപ്പോൾ അവർക്ക് ടീമിൽ മാറ്റം കൊണ്ടുവരാമെന്ന് തോന്നിച്ച ഏക ഡിപ്പാർട്ട്മെന്റ് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. കൃണാൽ പാണ്ഡ്യ സ്റ്റാൻഡ് ഔട്ട് ആയിരുന്നുവെങ്കിൽ സുയാഷ് ശർമ്മ ബിലോ ആവറേജ് പെർഫോമൻസ് ആണ് അവർക്ക് വേണ്ടി നടത്തിയത്. 55 ആവറേജിൽ 14 മത്സരത്തിൽ 8 വിക്കറ്റായിരുന്നു സുയാഷിന്റെ സമ്പാദ്യം. പവർ പ്ലേയിലോ ഡെത്ത് ഓവേഴ്സിലോ കാര്യമായി ബോളിംഗ് നടത്താതെ മിഡിൽ ഓവേഴ്സിൽ തന്നെ ഓവർ എറിയിച്ചിട്ടും പല മത്സരങ്ങളിലും 4 ഓവർ തന്നെ സുയാഷിനെ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇതായിരുന്നു അവരുടെ ടോട്ടൽ ടീമിലെ ഏക വീക്ക് പോയിന്റ്. എന്നാൽ പുതിയ ലേലത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ RCBക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അവരുടെ കയ്യിൽ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായി RCBയുടെ നെറ്റ് ബോളറായിരുന്ന സാത്വിക് ദേസ്വാളാണിത്. ലെഫ്റ്റ് ആം ചൈനമാൻ ബോളർ എന്നത് ക്രിക്കറ്റിൽ വളരെ റെയറാണ്. ദേസ്വാൾ ഈ കാറ്റഗറി ബോളറാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുതുച്ചേരി പ്രീമിയർ ലീഗിൽ 12 വിക്കറ്റ് എടുത്ത് ക്രിക്കറ്റ് സർക്യൂട്ടിൽ താരം പോപ്പുലർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. സോ സ്പിൻ ഏരിയയിൽ RCBക്ക് ഇവൻ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ്. കഴിഞ്ഞ 4 വർഷമായി ടീമിനൊപ്പം ഉണ്ട് എന്നത് പോസിറ്റീവുമാണ്. മിക്കവാറും അടുത്ത ലേലത്തിൽ പലരുടെയും ശ്രദ്ധയിൽ വന്നേക്കാൻ സാധ്യതയുള്ള ഒരാളാണ് ഈ 18-കാരൻ.